യൂണിറ്റ് 2 കൊളോണിയൽ ഡിസ്കോഴ്സ്. ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് എന്ന ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഇൻഡോളജി, ഇൻഡോളജിസ്റ്റ്, ഓറിയന്റലിസ്റ്റ് പോലെയുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു. ഇൻഡോളജിയും ഓറിയന്റലിസവും എങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ച് സ്റ്റഡി ചെയ്തത്, ഇവരുടെ സ്റ്റഡീസ് ഇന്ത്യൻ സൊസൈറ്റിയെ, ഇന്ത്യൻ സോഷ്യോളജിയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈ യൂണിറ്റിൽ നമ്മൾ കൊളോണിയൽ ഡിസ്കോഴ്സിനെ കുറിച്ച്, അതായത് വിദേശ ശക്തികൾ, ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ എന്തൊക്കെ, ആ പഠനങ്ങൾ ഇന്ത്യൻ സോഷ്യോളജിക്ക് കൊടുത്ത സംഭാവനകൾ എന്തൊക്കെ എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ കൊളോണിയൽ ഡിസ്കോഴ്സിനെ നമുക്ക് ഈ യൂണിറ്റിൽ 3 തരംതിരിക്കാം, അല്ലെങ്കിൽ 3 പെർസ്പെക്റ്റീവ്സിലൂടെ നമുക്ക് ഇതിനെ നോക്കാം. അവിടെ കൊളോണിയൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, മിഷണറി പെർസ്പെക്റ്റീവ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ് ഉണ്ട്. സോ ഈ 3 പെർസ്പെക്റ്റീവ്സ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദെൻ സെൻസസ് ആൻഡ് സർവേസ്, സിറ്റീസ്, ടൗൺസ്, വില്ലേജസ് പോലെയുള്ള ചില ടോപ്പിക്സും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ ഫൈനലി ഇന്ത്യൻ സോഷ്യോളജിക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. ഈ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത് ഒബ്ജക്റ്റീവ് 1, കൊളോണിയൽ ഫോഴ്സസ് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കലി ഇന്ത്യയെക്കുറിച്ച് പഠിച്ചത് എന്ന് മനസ്സിലാക്കുക. ഒബ്ജക്റ്റീവ് 2, ഇന്ത്യയിൽ മിഷണറി പെർസ്പെക്റ്റീവും അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവും തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്ന് മനസ്സിലാക്കുക. മിഷണറി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് മതപരിവർത്തനത്തിന് വേണ്ടി ഇന്ത്യയിൽ വന്നിട്ടുള്ള ആളുകളെ കുറിച്ചാണ്. അതായത് ഇന്ത്യയിലുള്ള ഹിന്ദുയിസം, ഇസ്ലാമിസം, മറ്റ് റിലീജിയൻ ഫോളോ ചെയ്യുന്നവരെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളവർ, അവരുടെ ഒരു പെർസ്പെക്റ്റീവും അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥർ, അവരുടെ സ്റ്റഡീസിന്റെ പെർസ്പെക്റ്റീവ്, ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്ന് മനസ്സിലാക്കുക. ഫൈനലി ഇന്ത്യൻ സോഷ്യോളജിക്ക് എന്തൊക്കെ സംഭാവനകളാണ് ഇവരുടെ സ്റ്റഡീസ് നൽകിയിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളിൽ പറഞ്ഞതാണ്, ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് ഫോറിനേഴ്സ് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിൽ ഗ്രീക്സ് ഉണ്ട്, റോമൻസ് ഉണ്ട്, അറബ്സ് ഉണ്ട്, അങ്ങനെ പലരും ഉണ്ട്. ഇവർ ട്രാവലേഴ്സ് ആയിട്ടും ഹിസ്റ്റോറിയൻസ് ആയിട്ടും ഇന്ത്യയിൽ എത്തുകയും ഇന്ത്യയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയും ചെയ്തു. ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ വന്നപ്പോൾ ഇതുപോലെ ഒരുപാട് എഴുത്തുകൾ നടത്തിയിട്ടുണ്ട്. ഈ എഴുത്തുകളുടെ ഭാഗമായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം ശേഷം കുറച്ചു കാലം കഴിഞ്ഞ് അവരുടെ ഭരണം ഉറപ്പിച്ച ഒരു ഫോമൊക്കെ ആയപ്പോഴേക്കും അവർ ഇവിടെ സെൻസസ് നടത്തി. ഇന്ത്യയിലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫസ്റ്റ് സെൻസസ് നടത്തിയത് ബ്രിട്ടീഷുകാരാണ്. അത് 1872 കാലഘട്ടത്തിൽ മേയോ പ്രഭുവിന്റെ കീഴിൽ, അന്ന് വൈസ്രോയി ആയിരുന്ന മേയോ പ്രഭുവിന്റെ കീഴിലാണ് സെൻസസ് നടത്തിയത്. ആ സെൻസസിൽ നിന്നും ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടുകയും ആ ഡീറ്റെയിൽസ് വെച്ച് പല ആളുകളും ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തി. അതിൽ മോർഗൻ, മക്ലെനൻ, ലബോക്ക്, ടെയ്ലർ, സ്റ്റാർക്ക്, ഫ്രേസർ മുതലായ തിങ്കേഴ്സ് എല്ലാം അങ്ങനെ സ്റ്റഡീസ് നടത്തിയവരാണ്. ഇവരെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ സംസാരിച്ചതാണ്. ഒരു 19th സെഞ്ചുറി ആയപ്പോഴേക്കും ഇന്ത്യയിലോട്ട് ഒരുപാട് മിഷണറി പ്രവർത്തകർ വന്നു. അതായത് മതപരിവർത്തനത്തിന് വേണ്ടി ഒരുപാട് പേര് ഇന്ത്യയിലേക്ക് എത്തി. അവരും ഇത്തരം ഡീറ്റെയിൽസ് ഉപയോഗിക്കുകയും ഈ ഡീറ്റെയിൽസിന് പുറമെ ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുകയും ചെയ്തു. അതിൽ ക്ലോഡിയസ് ബുച്ചാനൻ, വില്യം കാരെ, വില്യം വാട്ട്, സർ ജോൺ ഷോർ പോലെയുള്ള ആളുകളുടെ സ്റ്റഡീസ് പ്രധാനപ്പെട്ടതാണ്. ഇവരെല്ലാവരും എസ്പെഷ്യലി ഹിന്ദുയിസത്തിനെയും ഇന്ത്യൻ സൊസൈറ്റിയും നല്ല രീതിയിൽ വിമർശിച്ചവരാണ്. അവരുടെ ഉദ്ദേശം ക്രിസ്ത്യാനിറ്റി ഇവിടെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയൽസ്, ബ്രിട്ടീഷ് ശക്തികൾ ഇവിടെ വന്ന് ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ എല്ലാം അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇവിടെ കുറച്ചും കൂടെ നല്ല രീതിയിൽ അവർക്ക് ഭരിക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു. ഒരു സമൂഹത്തെ നല്ല രീതിയിൽ ഭരിക്കണമെങ്കിൽ, കൺട്രോൾ ചെയ്യണമെങ്കിൽ ആ സമൂഹത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായിട്ടായിരിക്കാം ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് ശേഷം ഒരു 1760s കാലഘട്ടം തൊട്ട് ഇന്ത്യയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഒരുപാട് വലിയ അളവിൽ നടക്കാൻ തുടങ്ങി. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യ പൊളിറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നുപോയി. ഈ മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ, കൾച്ചറലി എല്ലാം ഉണ്ടാവുകയും ചെയ്തു. സൊസൈറ്റി ഒരുപാട് ആധുനീകരിച്ചു, മോഡേണൈസ്ഡ് ആയി. ഇവിടെ പോസ്റ്റൽ സിസ്റ്റം വന്നു, റെയിൽവേ ലൈൻസ് വന്നു, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വന്നു, പുതിയ പല ജോബ്സ് വന്നു, പുതിയ പല സിറ്റീസ് എമർജായി. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഈ മാറ്റങ്ങളെല്ലാം ഇന്ത്യക്കാരെ നല്ലതിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതല്ല, അതൊക്കെ അവരുടെ ആവശ്യത്തിനും കൂടി ഉണ്ടാക്കിയതാണ്. ബ്രിട്ടീഷുകാർ പോസ്റ്റൽ സിസ്റ്റം, റെയിൽവേസും എല്ലാം ഉണ്ടാക്കിയത് ഇന്ത്യക്കാർക്ക് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല, അവർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഗുഡ്സ് കയറ്റി അയക്കാനും ഒക്കെ വേണ്ടി തന്നെയാണ്. അങ്ങനെ ബെർണാഡ് കോൺ എന്ന പ്രധാനപ്പെട്ട ഒരു റൈറ്റർ ഉണ്ട്, ഒരു തിങ്കർ ഉണ്ട്, ഒരു അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റ് ഉണ്ട്. ഇദ്ദേഹം 1990 നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷേഴ്സ് ഇവിടെ വന്നപ്പോൾ ബ്രിട്ടീഷേഴ്സിന് അമേരിക്കയിലും കോളനികളുണ്ട്, ആഫ്രിക്കയിലും കോളനികളുണ്ട്. പക്ഷെ അവിടെയൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. ഒന്ന്, ഇവിടെ ഒരു ഫുൾ ഫ്ലെജ്ഡ് അഗ്രികൾച്ചറൽ എക്കണോമി ഉണ്ട്. അഗ്രികൾച്ചറോട് വളരെ സ്ട്രോങ് ആണ്. നമ്പർ 2, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ കിങ്ഷിപ്പ്. രാജാവിന്റെ കീഴിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളിൽ ഭരണം നടക്കുന്നുണ്ട്. നമ്പർ 3, എ ലീഗൽ സിസ്റ്റം ബേസ്ഡ് ഓൺ പാർഷ്യലി റിട്ടേൺ ലോ. റിട്ടേൺ ലോവിന്റെ ബേസിൽ ലീഗൽ സിസ്റ്റം ഉണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് അല്ല, പാർഷ്യലാണ്, ഒരു പകുതിയായത് എന്നുള്ള പോലെ. ദെൻ ടാക്സേഷൻ, റെക്കോർഡ് കീപ്പിംഗ്, പിന്നെ ഹിന്ദുയിസം, ഇസ്ലാമിസം, ഈ 2 മതങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഫീച്ചേഴ്സ് എല്ലാം ഇന്ത്യൻ സൊസൈറ്റിയുടെ മാത്രം ചില പ്രത്യേകതകളാണ് എന്നാണ് ബ്രിട്ടീഷേഴ്സിന് അന്ന് തോന്നിയത്. കോൺ പിന്നെയും പറയുന്നത്, ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുക എന്നതിൻ്റെ പോലെ തന്നെ ഇന്ത്യൻ ലാംഗ്വേജസിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്.
ഇന്ത്യയിലെ പല ഭാഷകളും മനസ്സിലാക്കിയത് കൊണ്ടുകൂടിയാണ് ഇന്ത്യയിലെ അവർക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനും കമാൻഡിങ് പവറായിട്ട് നിൽക്കാനും സാധിച്ചത് എന്നാണ് കോൺ അഭിപ്രായപ്പെടുന്നത്. ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, ബ്രിട്ടീഷ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റി. ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റി എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇന്ത്യക്കാർക്ക് വേണ്ടി ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നിലവിലുള്ള റൂൾസിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ അവർ ഭരിച്ചത് എന്നാണ് കോൺ പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്യുകയും ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്, ഒരു കൊളോണിയൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫോഴ്സ് എന്ന രീതിയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്താൻ പറ്റുക എന്നുള്ളതുമായിരുന്നു. ഇവർ ചെയ്ത വേറൊരു പരിപാടി, ഇന്ത്യക്കാരെ പരമാവധി അവർ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നതിൻ്റെ കൂടെ തന്നെ അവരെ ഒന്ന് സുഖിപ്പിച്ച് നിർത്തുക ഇൻ ദ സെൻസ് ദേ ബിലീവ്ഡ് അല്ലെങ്കിൽ ദേ മെയ്ഡ് ദി ഇന്ത്യൻസ് ബിലീവ്ഡ് ദാറ്റ് ഡേ ടു ഡേ ഫംഗ്ഷനിങ് ഷുഡ് ബി വിത്തിൻ ഇന്ത്യൻസ്. അതായത് ഒരു ഗവൺമെന്റ് ഉണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്, അതിൽ ഇന്ത്യക്കാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഡെയിലി ഡേ ടു ഡേ ഓഫീസിൽ ചെയ്യാൻ ഒരുപാട് ഡ്യൂട്ടികളും കൊടുത്തു. സോ ഫലത്തിൽ എന്താണ്, ഇന്ത്യക്കാർ തന്നെയാണ് പണിയെടുക്കുന്നത്, കാര്യങ്ങളെല്ലാം ഇന്ത്യക്കാരുടെ കയ്യിൽ തന്നെയാണ് എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ എന്താണ്, അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കിംഗ് പവർ ആരുടെ കയ്യിലാണ്? ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിൽ തന്നെയാണ്. ഇതാണ് കൊളോണിയൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടെ വരികയും ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇന്ത്യയെ നല്ല രീതിയിൽ ഭരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ബ്രിട്ടൻ അമേരിക്കയിലും ആഫ്രിക്കയിലും ഒരുപാട് സ്ഥലങ്ങൾ കോളനികൾ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെയൊന്നും ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സ് ഇന്ത്യയിലുണ്ടായിരുന്നു. സോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് അവർക്ക് അവരുടെ പഠനങ്ങളിലൂടെ മനസ്സിലായി. ഇതാണ് നമ്മൾ കൊളോണിയൽ പേഴ്സ്പെക്റ്റീവിൽ പറയുന്നത്. ഇനി നമുക്ക് മിഷണറി പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് നോക്കാം. സോ മിഷണറീസ് ആരാണ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. മതപരിവർത്തനത്തിന് വേണ്ടി ഇന്ത്യയിലുള്ള ഹിന്ദുയിസം, ഇസ്ലാമിസം, മറ്റ് മതങ്ങൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് ട്രൈബൽ വിഭാഗത്തിൽ പെടുന്ന ആളുകളെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് പരിവർത്തനം ചെയ്യാൻ വേണ്ടി, മാറ്റാൻ വേണ്ടി വന്ന ആളുകളാണ് ആര്? മിഷണറീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മദർ തെരേസയൊക്കെ മിഷണറി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വന്നതാണ്. ശേഷം മിഷണറീസ് ഓഫ് ചാരിറ്റി തുടങ്ങി ഇവിടെ സാമൂഹ്യ സേവനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് പോയ ആളാണ്. സോ the missionary perspective developed through the writings of early evangelical priest. ആദ്യകാല ഇവാഞ്ചലിക്കൽ പ്രീസ്റ്റുകളുടെ എഴുത്തിലൂടെയാണ് ഈ മിഷണറീസ് എന്നുള്ളൊരു സംഭവം വളർന്നു വരുന്നത്. അതിൽ കൂടുതലുണ്ടായിരുന്നത് പ്രൊട്ടസ്റ്റൻസ് ആയിരുന്നു. അവർ ഈ പറഞ്ഞ പോലെ കൺവേർട്ട് ചെയ്ത ആളുകളെ മാറ്റണമെന്ന് ആഗ്രഹിച്ചിരുന്നവരായിരുന്നു. ഈ മിഷണറി ആളുകളുടെ ഒരു പൊതുവായിട്ടുള്ള ധാരണ എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി അത്ര പോരാ, ഇന്ത്യക്കാരെല്ലാവരും അൺഡിഗ്നിഫൈഡ് ആണ്, ഒരു സ്റ്റാറ്റസ് കുറഞ്ഞ, ഒരു സ്റ്റാൻഡേർഡ് കുറഞ്ഞ ആളുകളാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന, ഒരുപാട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ്. ഇതിൽ നിന്നെല്ലാം അവരെ ഇംപ്രൂവ് ചെയ്യണം. ഈ ഇംപ്രൂവ് ചെയ്യേണ്ടത് ആരാണ്? നമ്മൾ ബ്രിട്ടീഷുകാരാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അവർ ഇംപ്രൂവ് ചെയ്യിക്കേണ്ടത്? നമ്മുടെ പ്രാക്ടീസസ് എല്ലാം അവരിലേക്ക് അടിച്ചേൽപ്പിക്കുക, നമ്മൾ ചെയ്യുന്ന ശീലങ്ങളെല്ലാം അവരെ കൊണ്ടും ചെയ്യിപ്പിക്കുക. അപ്പം എന്തായി? അവരും ഡെവലപ്ഡ് ആവും, പ്രോഗ്രസ്ഡ് ആവും എന്നൊരു അഭിപ്രായക്കാരായിരുന്നു ഈ മിഷണറീസ്. ദിസ് ഫീലിംഗ് ഈസ് റൂട്ടഡ് ഇൻ റിലീജിയൻ ആൻഡ് ഇന്ത്യൻ കൾച്ചർ. ഇങ്ങനെയൊക്കെ അവർക്ക് തോന്നാനുള്ള കാരണം അവർ ഇന്ത്യൻ കൾച്ചറിനെയും ഇന്ത്യയിലെ റിലീജിയനെയും കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അപ്പോൾ ഇവർ പിന്നെയും പറഞ്ഞു, ജനങ്ങളുടെ ഈ പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഒരു മോചനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനിറ്റി വരണം. നിങ്ങൾ നിങ്ങളുടെ മതവും ആ ദൈവത്തിനെയും ഒക്കെ വിട്ടുകളഞ്ഞ് ക്രിസ്തുമതം സ്വീകരിക്കണം. അപ്പം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാവും എന്നൊരു അഭിപ്രായപ്പെട്ടു. അൺലൈക്ക് ഇൻഡോളജിസ്റ്റുകളെ പോലെ ആയിരുന്നില്ല മിഷണറീസ്. ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ മിഷണറീസ് എന്ത് ചെയ്തു? ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഇൻഡോളജിസ്റ്റുകളെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു. പക്ഷേ അതിൽ വ്യത്യാസം ഇത്രേ ഉള്ളൂ, മിഷണറീസ് ഇന്ത്യയിലെ സൊസൈറ്റികളെ കുറിച്ച് പഠിച്ച് അതിലെ മോശം കാര്യങ്ങൾ കുറേ പോയിന്റ് ഔട്ട് ചെയ്തു. പഴയ പല സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകളും മറ്റ് റെക്കോർഡ്സും ഒക്കെ നോക്കി വായിച്ച് സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ ചൂണ്ടിക്കാണിച്ച് അതിനൊരു ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തു, അല്ലെങ്കിൽ ഓവർ എംഫസൈസ് ചെയ്തു. ഇപ്പം ഇന്ത്യയിൽ നിൽക്കുന്ന സതി, അതുപോലെയുള്ള മറ്റ് ആചാരങ്ങൾ, ദുരാചാരങ്ങൾ, ഇപ്പോൾ പർദ്ദ, കുട്ടികളെ വെച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, കുട്ടികളെ അടിമകളാക്കി വിൽക്കുന്നത്, കാസ്റ്റ് സിസ്റ്റം, കൗ വർഷിപ്പ്, ഐഡൽ വർഷിപ്പ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇതെല്ലാം ഇന്ത്യയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് എന്ന് മിഷണറീസ് അഭിപ്രായപ്പെട്ടു. ഇതിൽ നിന്നെല്ലാം ഈ ഇന്ത്യൻ സൊസൈറ്റി അത്രയും മോശമാണ്, അത്രയും ദുരവസ്ഥയിലിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം ജനങ്ങൾക്കൊരു മോചനം വേണമെന്നുണ്ടെങ്കിൽ, ആളുകൾ ജാതി വ്യവസ്ഥ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു ഏക ആശ്രയം, ഏക രക്ഷപ്പെടൽ എന്താണ്? മതപരിവർത്തനമാണ് എന്ന് മിഷണറീസ് നമ്മുടെ സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ എമ്പാടും നടന്ന് പറഞ്ഞ് പരത്തി. പണ്ട് കാലത്ത്, അതായത് ഇവർക്ക് മുമ്പേ വന്നിരുന്ന ആദ്യകാല മിഷണറീസ് പലരും ചിന്തിച്ചിരുന്നത്, ഇപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ കൂടെ മാത്രമല്ല, അതിന് മുമ്പേ ഇവിടെ മിഷണറീസ് വന്നിട്ടുണ്ട്. സോ അന്ന് വന്നിട്ടുള്ള മിഷണറീസ് എല്ലാം വിചാരിച്ചിരുന്നത് ഇന്ത്യയിൽ മതപരിവർത്തനം കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്ര എളുപ്പമല്ല. അതിന്റെ കാരണം എന്താണ്? ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആണ്. ഈ കാസ്റ്റ് സിസ്റ്റം ഇല്ലെങ്കിൽ മതപരിവർത്തനം കുറച്ചും കൂടി ഈസി ആണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ അബ്ബേ ഡുബോയ്സ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മിഷണറി ഉണ്ട്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രാഹ്മിൺസ് ആളുകൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ഈ ബ്രാഹ്മണർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കാസ്റ്റ് സിസ്റ്റം എന്നൊരു ചട്ടക്കൂട് അവർ ഉണ്ടാക്കിയെടുത്തു, ഒരു ചതുർവർണ്ണ സിസ്റ്റം ഒക്കെ. എന്നിട്ട് ബ്രാഹ്മിൺസ് ഇതിന്റെ തലപ്പത്ത് കയറിയിരുന്നു, നമ്മളാണ് ടോപ്പ്.
അതിൻ്റെ താഴേക്ക് ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ദളിത് അങ്ങനെ ഒരു കാറ്റഗറി സെറ്റ് ചെയ്തു, ഒരു ഹൈറാർക്കി സെറ്റ് ചെയ്തു. എന്നിട്ട് ഇവരെ അതിനൊരു ദൈവികമായൊരു വശം കൊടുത്തു. ഈ ജാതി വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് ദൈവം ഉണ്ടാക്കിയതാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. ജാതി വ്യവസ്ഥയെ എതിർക്കുക എന്ന് പറയുന്നത് ദൈവത്തെ എതിർക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ് അതിനെ സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിൽ അങ്ങ് ഉറപ്പിച്ചു നിർത്തി. ഇനി അതൊരിക്കലും മാറ്റാൻ പാടില്ല. ഇന്ത്യൻ സൊസൈറ്റിയിലെ ഒരു ഇമ്മ്യൂട്ടബിൾ ഫീച്ചർ എന്ന് വെച്ചാൽ ഒരിക്കലും മാറ്റാൻ പാടില്ലാത്തൊരു ഫീച്ചറാക്കി ജാതി വ്യവസ്ഥയെ ബ്രാഹ്മണർ ഇവിടെ അങ്ങ് ഉറപ്പിച്ചു. അതിന്റെ കൂടെ എന്ത് ചെയ്തു, അവർ തന്നെ അവരെ സ്വയം അതിന്റെ മുകളിൽ അങ്ങ് പ്ലേസ് ചെയ്തു. ഞങ്ങളാണ് ഇതിലെ ടോപ്പ് ലെയർ എന്ന് പറഞ്ഞാൽ അവർ തന്നെ അതിന്റെ മുകളിൽ കയറിയിരുന്നു. അതിലൂടെ അവരെ ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയെ സ്ട്രോങ് ആക്കുകയും അവരുടെ അധികാരത്തിനെ ഉറപ്പിക്കുകയും ചെയ്തു എന്നാണ് അബ്ബെ ഡുബൈസിനെ പോലെയുള്ള ചില മിഷണറീസ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. മിഷണറീസ് ഇതുകൊണ്ടൊക്കെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തിനെ വളരെ സ്ട്രോങ് ആയിട്ട് ടാർഗറ്റ് ചെയ്തു. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥക്കാരനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. സോ അവരുടെ അടുത്ത് എല്ലാം പോയിട്ട് മിഷണറീസ് പറഞ്ഞു, നിങ്ങളുടെ കഷ്ടതകൾക്ക് കാരണമല്ല എന്താണ്, ജാതിയാണ്. സോ ഈ ജാതിയെ നമ്മൾ ഇല്ലാതെയാക്കണം, അതിനുവേണ്ടി നിങ്ങൾ ക്രിസ്തു മതത്തിലോട്ട് വരൂ, ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കൂ എന്നെല്ലാം മിഷണറീസ് പറഞ്ഞു. അതിൻ്റെ വേറൊരു കാര്യം, പല ആളുകളും ഈ ക്രിസ്തു മതത്തിലോട്ട് പരിവർത്തനമൊക്കെ ചെയ്തിട്ടും അവരുടെ ജാതിയുടെ ചില ശീലങ്ങൾ വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല. പറയുന്ന ക്രിസ്ത്യൻസ് ആണ് എന്ന് പറഞ്ഞാൽ പോലും അവരുടെ മുൻ മതത്തിന്റെ അല്ലെങ്കിൽ മുമ്പുള്ള ജാതിയുടെ ചില പ്രാക്ടീസസ് അവർ തുടർന്നു പോന്നിരുന്നു. അപ്പൊ ഇവര് മിഷണറീസിന്റെ ആഗ്രഹം എന്താണ്, ഇന്ത്യൻ സൊസൈറ്റിയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കണം, ഇന്ത്യയിലെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കണം. അതിനുവേണ്ടിയാണ് അവർ വർക്ക് ചെയ്തത്. ആ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ സംഭവിച്ച വേറൊരു കാര്യം, അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഇവർ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് ആഴത്തിൽ പഠിച്ചു. ഇന്ത്യയിലെ സൊസൈറ്റി എങ്ങനെയായിരുന്നു, പണ്ട് കാലത്ത് എഴുതിയിട്ടുള്ള പല റൈറ്റിംഗ്സ് എന്താണ്, റെക്കോർഡ്സ് എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ചില റിട്ടൺ ഫോമാറ്റിലാക്കിയെടുത്തു. ഇന്ത്യയെക്കുറിച്ച് എംപിരിക്കലി സയന്റിഫിക്കലി ഇവർ പഠനങ്ങൾ നടത്തി. ഇവർ ബൈബിള്, ക്രിസ്ത്യൻസിന്റെ വേദപുസ്തകമായിട്ടുള്ള ബൈബിളിനെ അവർ എന്ത് ചെയ്തു, ആ മതഗ്രന്ഥമായ ബൈബിളിനെ അവർ ഇന്ത്യയിലെ പല ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തി, ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിലൂടെ ജനങ്ങൾ കൂടുതൽ ക്രിസ്ത്യാനിറ്റിയോട് അടുത്തു വന്നു. അതിന്റെ കൂടെ തന്നെ ഈ രണ്ട് ഭാഷ സംസാരിക്കുന്നു, ഇപ്പോൾ മിഷണറി ആൾക്കാർക്ക് ആർക്കും ഹിന്ദിയോ തമിഴോ തെലുങ്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ലോക്കൽ ലാംഗ്വേജസോ ഒന്നും അറിയില്ല. പക്ഷെ എന്താണ്, അവരോട് വന്ന് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പതുക്കെ ഭാഷ പഠിച്ച് ജനങ്ങളോട് കൂടുതൽ ഇടപഴകി. ആ ഇടപഴകലിലൂടെ സമൂഹത്തിന്റെ ഒരു കൂടുതൽ ചിത്രം എന്ത് കൂടുതൽ തെളിവായി വന്നു. പക്ഷെ ഇവരെ അവരോട് സംസാരിച്ച് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അതിനെക്കുറിച്ചെല്ലാം റിട്ടൺ ഡോക്യുമെന്റ്സ് ഒരുപാട് ഉണ്ടാക്കി, അതെല്ലാം പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ എന്തായി, ഇവിടെ ഒരു സോഷ്യോ കൾച്ചറൽ ലിംഗ്വിസ്റ്റിക് എക്സ്ചേഞ്ച് കൂടിയാണ് സംഭവിച്ചത്. ദി സിസ്റ്റമാറ്റിക് അക്കൗണ്ട്സ് ഓഫ് ലിവ്ഡ് റിയാലിറ്റീസ് ഓഫ് ഡിഫറെന്റ് കാസ്റ്റ് ആൻഡ് ഓക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് വെർ മെയ്ഡ്. പല ജാതിയിലുള്ള, പല ജോലി ചെയ്യുന്ന, പല സ്ഥലങ്ങളിലുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ചും യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ഒരുപാട് റൈറ്റിംഗ്സ് ഉണ്ടായി. ഇത് ഭാവിയിലോട്ടും ഒരുപാട് ഉപകാരപ്പെട്ടതാണ്. ദി മിഷണറീസ് വർക്ക്ഡ് ഹാർഡ് ഇൻ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, വർക്ക്ഡ് ഇൻ റിമോട്ടസ്റ്റ് ഏരിയാസ്, ഫോറസ്റ്റ്, വർക്ക്ഡ് വിത്ത് സീൽ ആൻഡ് ഫെർവർ ഫോർ വീക്ക് ആൻഡ് പുവർ. നമ്മൾ നേരത്തെ പറഞ്ഞു, മദർ തെരേസയെ പോലെയുള്ള ആളുകൾ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വന്നതാണ്. ശേഷം അവർ ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടു. അപ്പോൾ പല മിഷണറീസും ഇന്ത്യയിൽ സോഷ്യൽ സർവീസും ചാരിറ്റിയൊക്കെ നടത്തിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും. ഇപ്പോൾ എന്തെങ്കിലും പകർച്ചവ്യാധികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ശുശ്രൂഷ കൊടുക്കാനും അവരുടെ ഇടയിൽ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യാനൊക്കെ വേണ്ടി മിഷണറീസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ പല ഉൾപ്രദേശങ്ങളിലോട്ടും ആളുകൾക്ക് അങ്ങനെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലോട്ട്, ആദിവാസി ഊരുകളിലേക്ക്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മിഷണറീസ് ഇറങ്ങി ചെന്നിട്ടുണ്ട്. ദേ വർക്ക് വിത്ത് സീൽ ആൻഡ് ഫെർവർ. അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയി, പാഷനേറ്റ് ആയി അവരുടെ മതത്തിനെ ഇതാക്കുക എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി നന്നായിട്ട് പ്രവർത്തിച്ചു. ജനങ്ങളുടെ ഉന്നമനം എന്നുള്ളതിനേക്കാൾ അവരുടെ മെയിൻ ആവശ്യം അവരുടെ മതം അവിടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, നോർത്ത് ഈസ്റ്റ് ഏരിയാസിൽ ഇപ്പോൾ നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, ഇവിടെയെല്ലാം ക്രിസ്ത്യൻ പോപ്പുലേഷൻ കുറച്ച് കൂടുതലാണ്. അല്ലെങ്കിൽ അവിടെയുള്ള ക്രിസ്ത്യൻ എണ്ണം വരാനുള്ള മെയിൻ കാര്യം ഇങ്ങനെ മിഷണറീസ് വന്ന് കൺവേർട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. സോ ഇവർ മിഷണറീസ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പ്രവർത്തിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു, മിഷണറീസിന് ഒരിക്കലും ഇൻഡോളജിസ്റ്റുകളെ ഓറിയന്റലിസ്റ്റുകളെ പോലെ ആയിരുന്നില്ല എന്ന്. പക്ഷേ ചില കാര്യങ്ങൾ ഇവർ ചേർന്ന് നിന്നിരുന്നു. ഇൻഡോളജിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും പറഞ്ഞ ഇന്ത്യയുടെ ചില പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഇവരും അംഗീകരിച്ചു. പക്ഷെ എന്താണ്, ഇവരൊരിക്കലും ഈ പറഞ്ഞ ഗ്രൂപ്പ്സ് ആരും ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്താണ്, ലീഗൽ കൊമേഴ്ഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതായത് ഇൻഡോളജിസ്റ്റ്, ഓറിയന്റലിസ്റ്റ്, നമ്മുടെ ഈ മിഷണറീസ്, ഇവരെല്ലാവരും ഇന്ത്യയെക്കുറിച്ച് പഠിച്ചു. ചില കാര്യങ്ങൾ ഇവർക്ക് കോമൺ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരാരും ഇന്ത്യൻ സമൂഹത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഓറിയന്റലിസ്റ്റുകൾക്കും മിഷണറീസിനും ചില പൊതു സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ സ്റ്റഡീസ് ചെയ്യുന്നവർക്ക് ചില കാര്യങ്ങളോട് അവർക്ക് യോജിപ്പുണ്ടായിരുന്നു. ആ യോജിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം റിലീജിയസ് ഐഡിയാസ് ആൻഡ് പ്രാക്ടീസസ്. മതപരമായിട്ടുള്ള ആശയങ്ങളും പ്രാക്ടീസസ്, ആചാരങ്ങളും മറ്റു കാര്യങ്ങളുമാണ് സമൂഹത്തിന്റെ ഒരു ബേസ് എന്നുള്ളൊരു കാര്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. മതമാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ മെയിൻ എന്നവർക്ക് മനസ്സിലായി. ദെൻ ബ്രാഹ്മിൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. ബ്രാഹ്മിൻസ് ഒരുപാട് സാക്രഡ് ടെക്സ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. അവരാണ് ആചാരങ്ങളുടെ സംരക്ഷകർ എന്ന പോലെ നിൽക്കുന്നത്. അവരിലൂടെയാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ കൈമാറപ്പെടുന്നത്. ഇവരെ സുപ്രീം സ്റ്റാറ്റസ് ഉള്ള ആളുകളാണ് എന്നൊരു വിചാരം ഇന്ത്യ ഒട്ടുക്കുണ്ടായിരുന്നു. ബ്രാഹ്മിൻസ് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും സത്യമാണ് എന്ന് അതിനോടും ഇവർക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായമായിരുന്നു. ഓക്കെ, അത് പോയിന്റ് ആണ് എന്ന് ഇവർ പറഞ്ഞു. ഇനി
വർണ്ണ തിയറി ഉണ്ട് എന്ന് ഇവർ രണ്ടു കൂട്ടരും അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ വർണ്ണ സിസ്റ്റം ഉണ്ട്, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് 4 തട്ടാക്കിയിട്ടുണ്ട്, ഹൈറാർക്കി ഉണ്ട്, മാരേജ് പോലുള്ള പല കാര്യങ്ങളും അത് കാണാൻ കഴിയും, അത് എല്ലായിടത്തും പ്രകടമാണ് എന്ന് മനസ്സിലാക്കി. സോ ഇങ്ങനെ കുറെ കാര്യങ്ങളിൽ ഈ മിഷണറീസ് ഓറിയന്റലിസ്റ്റുമായിട്ട് ചേർന്ന് നിന്നിരുന്നു. പക്ഷെ എന്താണ്, ചില കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോളജിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും ഇന്ത്യയുടെ ആൻഷ്യൻ കൾച്ചറിനെ, ഇന്ത്യയുടെ ഒരു പ്രാചീന ഭാരത സംസ്കാരം എന്നൊക്കെ പറയുന്നതിനെ ബഹുമാനിച്ചിരുന്നു. നമുക്കൊരു ഇന്ത്യക്ക് ഒരു റിച്ച് കൾച്ചർ ഉണ്ട്, ഒരു പഴയ സുവർണകാലമുണ്ട്, ആ സുവർണകാലം നശിച്ചു പോയി എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്, അതിൽ വിഷമമുണ്ട് എന്നുള്ള ആളുകളായിരുന്നു ഇൻഡോളജിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും. പക്ഷേ ഇവര് മിഷണറീസ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്ത്യക്ക് അങ്ങനെ വലിയ സുവർണകാലമൊന്നുമില്ല. ഇന്ത്യൻ സൊസൈറ്റി പണ്ടും മോശമാണ്, ഇപ്പോഴും മോശമാണ്. ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, ദുരാചാരങ്ങളുണ്ട്, ജനങ്ങളുടെ അവസ്ഥ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതായി. മാത്രമല്ല ഇവിടെ ഒരുപാട് അബ്സർഡിറ്റീസ് ഉണ്ട്, ലോജിക് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, പൊട്ടത്തരങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണ് മിഷണറീസ് അഭിപ്രായപ്പെട്ടത്. സോ ഇതൊരു വ്യത്യാസമാണ്. എന്ത്, ഇൻഡോളജിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും ഇന്ത്യയുടെ ഒരു സുവർണകാലം, പ്രാചീന ഭാരത സംസ്കാരം എന്നതിനെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിച്ചു. അപ്പോൾ മിഷണറീസ് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ മോശമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഇനി മിഷണറീസിന്റെ ഇങ്ങനെ ഒരു അപ്രോച്ചിന്റെ വേറൊരു കാരണം എന്ന് പറയുന്നത് അവരുടെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ആയിരിക്കാം എന്നിവിടെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ ഓറിയന്റലിസ്റ്റും ഇൻഡോളജിസ്റ്റും എല്ലാം നല്ല റിച്ച് ബാക്ക്ഗ്രൗണ്ട്, ഒരു അപ്പർ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള, നല്ല എഡ്യൂക്കേഷനുള്ള, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷെ എന്താണ്, മിഷണറീസ്, എസ്പെഷ്യലി ബാപ്റ്റിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന മിഷണറീസ് എല്ലാവരും ബ്രിട്ടീഷ് സൊസൈറ്റിയുടെ താഴത്തെ തട്ടിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുക, സൊസൈറ്റിയെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, നോളജ് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനത്തെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇൻഡോളജിസ്റ്റും ഓറിയന്റലിസ്റ്റും ഒക്കെ ആ ഒരു എഡ്യൂക്കേഷൻ മൈൻഡും കൂടിയുള്ള ആളുകളായിരുന്നു. ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇന്ത്യൻ സൊസൈറ്റിയെ മോശമാണെന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് ഇന്ത്യയിലെ ആളുകളെല്ലാം പരിഷ്കരിക്കുക. എങ്ങനെ പരിഷ്കരിക്കുക, ക്രിസ്തു മതത്തിലൂടെ കൺവേർട്ട് ചെയ്തുകൊണ്ട് പരിഷ്കരിക്കുക. ഈ ഒരു ഒറ്റ ലക്ഷ്യം, ഒറ്റ ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഓറിയന്റലിസ്റ്റും ഇൻഡോളജിസ്റ്റും ആയിട്ട് ഇവർക്കുണ്ടായിരുന്ന മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇവരെന്താണ്, മിഷണറീസ് ആഗ്രഹിച്ചത് ഇത്രയേ ഉള്ളൂ, ഇന്ത്യൻ സൊസൈറ്റിയെ മാറ്റണം, ആളുകളെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൊണ്ടുവരണം. അല്ലാണ്ട് ഇൻഡോളജിസ്റ്റും ഓറിയന്റലിസ്റ്റും പറഞ്ഞ പോലെ ഇന്ത്യൻ സൊസൈറ്റി, ആർഷഭാരത സംസ്കാരം, പ്രാചീന സംസ്കാരം അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല എന്നാണ് മിഷണറീസ് അഭിപ്രായപ്പെട്ടത്. സോ ഇതാണ് മിഷണറി പെർസ്പെക്റ്റീവ്. അവര് മതപരിവർത്തനത്തിന് വേണ്ടി ഇന്ത്യയിൽ വന്നവരാണ്. ഇന്ത്യയിലുള്ള കാസ്റ്റ് സിസ്റ്റം, ഇന്ത്യയിലെ ഹിന്ദുസം, ഇസ്ലാമിസം, ഈ മതങ്ങളെയും കാര്യങ്ങളെല്ലാം അവർ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തു. അവർ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും സമൂഹത്തിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. പല സംഭവങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് മിഷണറി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ് എന്തെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥര്, ഒഫീഷ്യൽസ് ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് നടത്തി. അതിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ നല്ല രീതിയിൽ ഭരിക്കുക. 2, ഇവിടുത്തെ വിഭവങ്ങളെ, റിസോഴ്സസിനെ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ചൂഷണം ചെയ്യുക. ഇന്ത്യയിൽ ഒരുപാട് വനസമ്പത്തുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് ഫോറസ്റ്റ് ഉണ്ട്, വൈൽഡ് ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് നാച്ചുറൽ റിസോഴ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിനെ മുതലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. അതുകൊണ്ടാണ് ഒഫീഷ്യൽസ് പ്രധാനമായിട്ടും ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇന്ത്യക്കാരെ എങ്ങനെയാണ്, ഇന്ത്യക്കാരുടെ മനസ്സിലുള്ള ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, അവരുടെ പൊളിറ്റിക്സ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ചില പോളിസീസ് ഫ്രെയിം ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്, ഈ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ബോംബെ പ്രസിഡൻസിയിലുള്ള ആളെ പോലെയല്ല മദ്രാസ് പ്രസിഡൻസിയിലെ ആള്, അതേപോലെയല്ല ബംഗാൾ പ്രസിഡൻസിയിലെ ആള്, ഒരു വില്ലേജിൽ താമസിക്കുന്ന ആളെ പോലെയല്ല സിറ്റിയിൽ താമസിക്കുന്ന ആള്, ട്രൈബൽ ആള് വരുമ്പോൾ വേറെയാണ്. സോ ഈ ഒരു കൺഫ്യൂഷൻസ് എല്ലാം ഒഴിവാക്കി എല്ലാ ആളുകളെയും ഒരേപോലെ ആക്കി കഴിഞ്ഞാൽ ഭരിക്കാൻ എളുപ്പമാവും എന്ന് ഇവർ അഭിപ്രായപ്പെട്ടു. ബേഡൻ പൗൽ ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യലാണ്, അദ്ദേഹം ഒരു റൈറ്ററും ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ ദി ലാൻഡ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നൊരു പുസ്തകമുണ്ട്. അത് 3 വോള്യങ്ങളായിട്ട് പബ്ലിഷ് ചെയ്തതാണ്. അത് കേൾക്കുമ്പോൾ നമ്മൾ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ലാൻഡ് സിസ്റ്റങ്ങളെ കുറിച്ച്, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്തെ ലാൻഡ് സിസ്റ്റങ്ങളെ കുറിച്ച് ഡീറ്റെയിൽസ് ഉള്ള ഒരു ബുക്ക്, അത്രേ നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇന്ത്യൻ സമൂഹം എങ്ങനെയായിരുന്നു, ഇന്ത്യൻ ജനത എങ്ങനെയായിരുന്നു, ഇവരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഇദ്ദേഹം മനസ്സിലാക്കിയ വേറൊരു കാര്യം, ഈ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, ഇദ്ദേഹം മനസ്സിലാക്കിയ കാര്യം, ഇന്ത്യയിലെ ഒരു കൃഷിക്കാരൻ ഒരു സാധനം കൃഷി ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഷെയർ ഗവൺമെന്റിലോട്ടും പോകുന്നുണ്ട്, ചില ഇടനിലക്കാരിലോട്ടും പോകുന്നുണ്ട്. സോ ഇവിടെ അധികാരമുള്ള ആള് അയാളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് കൃഷിക്കാരനെയും കൃഷിക്കാരന്റെ മണ്ണിനെയും മണ്ണിലുള്ള വിളവിന്റെയും ഷെയർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കി. ഭൂമിയുടെ മുകളിലുള്ള അധികാരം കൈയടക്കുന്നതാണ്, മറ്റേയാളെ തോൽപ്പിച്ച് ബൈ കോൺക്വസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നതാണ് എന്ന് ബേഡൻ പൗലിന്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്തവരുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ മൊത്തം ബ്രിട്ടീഷേഴ്സ് ഭരിച്ചിരുന്നു. സോ എന്താണ്, ഇന്ത്യയുടെ പല ഭാഗങ്ങളായിട്ട് ബ്രിട്ടീഷുകാർ ജോലി ചെയ്തിരുന്നു. സോ ആ നാടുകളെല്ലാം കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റൈറ്റിംഗ്സ് ഇവർ നടത്തിയിട്ടുണ്ട്. ആ നാടിന്റെ ജോഗ്രഫി എങ്ങനെയാണ്, കൾച്ചർ എങ്ങനെയാണ്, ആളുകളുടെ ഔട്ട്ലുക്ക് എങ്ങനെയാണ് എന്നതിനെല്ലാം കുറിച്ച്.
അപ്പോൾ ഇതിന്റെ എല്ലാം ലക്ഷ്യം നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള ബ്രിട്ടീഷ് ബിസിനസ്സുകാരെ ജനങ്ങളുമായി കൂടുതൽ പരിചയപ്പെടാൻ സാധിക്കുക, പ്ലസ് നല്ല രീതിയിൽ അവരെ ഭരിക്കാനും സാധിക്കുക. സർ വില്യം ജോൺസ്, അദ്ദേഹം ഒരു ഇൻഡോളജിസ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹമാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തത്. ഇപ്പോൾ മനുസ്മൃതിയൊക്കെ എഴുതിയിട്ടുള്ള മനു, അദ്ദേഹത്തിന്റെ പല ലോസിനെയും ട്രാൻസ്ലേറ്റ് ചെയ്തതൊക്കെ ഇദ്ദേഹമാണ്. ആര്? ഈ വില്യം ജോൺസ് ആണ്. സോ ഇവരെല്ലാം ഇത് നടത്തിയത് അവരുടെ താല്പര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ ഭരണം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ, ബിസിനസ്, ഇതിനെല്ലാം നല്ല രീതിയിൽ നടത്തുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ബംഗാളിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതെന്ന് അറിയാം. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബംഗാളിൽ ഉണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരുടെ മെയിൻ ലക്ഷ്യം ലാഭം ഉണ്ടാക്കലാണ്. എങ്ങനെ ലാഭം ഉണ്ടാക്കല്? അവർക്ക് പരമാവധി നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടി ആളുകളെ നല്ല രീതിയിൽ ഭരിക്കാനും കൺട്രോൾ ചെയ്യാനും മിലിറ്ററിയെ മെയിൻറ്റെയിൻ ചെയ്യാനും മറ്റു കാര്യങ്ങൾ നോക്കാനും ഒക്കെ കഴിയണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? ജനങ്ങളെ നന്നാക്കി നിർത്തുക, ജനങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. ഇതിനു വേണ്ടിയാണ് ഇവരെല്ലാവരും എന്ത് ചെയ്തിട്ടുള്ളത്? സ്റ്റഡീസ് എല്ലാം നടത്തിയത്. ഇനി ഇതിനൊക്കെ പുറമെ ചില ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്, ചില ആളുകൾ ഇന്ത്യയെക്കുറിച്ച് ഫസ്റ്റ് ഹാൻഡ് ഒബ്സർവേഷൻ സമൂഹത്തിൽ ഇറങ്ങി അവർ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അവർക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടോ ബിസിനസ് ചെയ്യാനോ ഒന്നും ആയിരുന്നില്ല. അവരൊരു അക്കാഡമിക് താല്പര്യം കൊണ്ടുകൂടിയായിരുന്നു. അവർക്ക് നോളജ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി, വരും തലമുറയ്ക്ക് ഈ നോളജ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി അവരൊരു സംവാട്ട് ഒബ്ജക്റ്റീവ് ഫാഷൻ, അതായത് അവർ സ്വയം ബ്രിട്ടീഷുകാരാണ്, അപ്പോൾ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർ മോശമാണെന്ന് പറഞ്ഞാൽ അവരത് അങ്ങനെ എഴുതി വയ്ക്കുകയൊന്നുമില്ല. എന്നാൽ പോലും ഒരു പരിധി വരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചില ഒഫീഷ്യൽസ് അവരുടെ സ്റ്റഡീസിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവിൽ വരുന്നത്. സോ ഇന്ത്യയെ ഭരിക്കാൻ വന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥര് ഇന്ത്യയെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയെ നല്ല രീതിയിൽ ഭരിക്കുന്നതിനും ഇന്ത്യയിലെ വിഭവങ്ങൾ നല്ല രീതിയിൽ എടുക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അതിനു പുറമെ ചില ആളുകൾ അവരുടെ അക്കാഡമിക താല്പര്യം കൊണ്ട് അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്യണം, അറിവ് സമ്പാദിക്കണം, അറിവ് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം എന്ന ആഗ്രഹം കൊണ്ടും സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻസസ് ആൻഡ് സർവേസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയെക്കുറിച്ച് ഇവരെല്ലാവരും കുറേ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടെന്ന്. പക്ഷേ ഇതെല്ലാം എല്ലാ കാലത്തും എന്തായിരുന്നില്ല, മതിയാവുമായിരുന്നില്ല. കാലം കഴിയും തോറും ബ്രിട്ടീഷ് ടെറിട്ടറി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ആളുകളെ കുറിച്ച് ബ്രിട്ടീഷുകാർ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഭയങ്കര കോംപ്ലക്സ് ആണ്. ആളുകളുടെ ഹിസ്റ്ററിയും പൊളിറ്റിക്സും അവരുടെ ലാൻഡ് ലോസ് അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് ബിലീഫ്സ് ഇതെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നിലവിലുള്ള നിയമങ്ങൾ മാത്രം പോരാ, അല്ലെങ്കിൽ നിലവിലുള്ള ഡീറ്റെയിൽസ് മാത്രം പോരാ. കുറച്ചും കൂടി ഫീൽഡ് സ്റ്റഡീസ് നടത്തണം, കുറച്ചും കൂടി സർവേകൾ നടത്തണം, കുറച്ചും കൂടി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം എന്നിവർ മനസ്സിലാക്കി. ഡോക്ടർ ഫ്രാൻസിസ് ബുച്ചാനൻ 1807 ഒരു എക്സ്റ്റൻസീവ് സർവേ നടത്തി. നമ്മൾ യൂണിറ്റിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് 1872 സമയത്താണ് എന്ന്. അപ്പോൾ അത്രയും വലുതല്ലെങ്കിൽ പോലും അതിനെല്ലാം ഒരു മുന്നോടിയായിട്ട് നടത്തിയതാണ് ഈ ഡോക്ടർ ഫ്രാൻസിസ് ബുച്ചാനന്റെ സർവേസ്. ഈ സർവേസിലൂടെ ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും അതിനെ കൂട്ടി വെച്ചുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ബുക്സ് ആക്കിയിട്ടും അല്ലെങ്കിൽ മറ്റ് റിട്ടേൺ റെക്കോർഡ്സ് ആയിട്ടും അല്ല. ഇനി സോഷ്യോളജിക്കൽ എൻറ്റിറ്റി ഓഫ് ഇന്ത്യ അത് എമർജ് ആവുന്നതും ഏറെക്കുറെ ഈ ഒരു കാലഘട്ടത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കാസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഈ സർവേസിലൂടെ അവർക്ക് മനസ്സിലാക്കി. കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എംപിരിക്കൽ കാറ്റഗറിയാണ്, ഒരു സയന്റിഫിക് കാറ്റഗറിയാണ്. അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും, ഒബ്സർവ് ചെയ്യാൻ കഴിയും, മെഷർ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ കാസ്റ്റിന് അതിൻ്റെതായിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. ആ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒന്ന് എൻഡോഗമി, എന്താണ്? ഒരു ജാതിയിലുള്ള ആൾ വേറെ ജാതിയിലുള്ള ആളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. രണ്ട് കൊമൻസാലിറ്റി എന്ന് വെച്ചാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ. ഇന്ത്യയിൽ കൊമൻസാലിറ്റി ഇല്ല. എന്താണ്? താഴ്ന്ന ജാതി അല്ലെങ്കിൽ മുകളിലെ ജാതിയുള്ള ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നില്ല അന്ന്. ഇന്ന് അങ്ങനെയൊന്നുമില്ല, നിയമപ്രകാരം അൺടച്ചബിലിറ്റി ഇല്ലാണ്ടാക്കി. എന്നാൽ പോലും ഇപ്പോഴും അത് അവിടെ ഇവിടെ ഉണ്ടെന്ന് വേണേ പറയാം. സോ എന്താണ് കൊമൻസാലിറ്റി എന്നൊരു കാര്യം? ഒരുമിച്ചിരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ എന്നൊരു സംഭവം പണ്ട് ഉണ്ടായിരുന്നില്ല. അത് ജാതിയുടെ ഒരു ഫീച്ചർ ആയിരുന്നു. ഫിക്സഡ് ഓക്യുപ്പേഷൻ, ഓരോ ജാതിയിൽ ജനിച്ചവർ ആ ജാതിയുടേതായിട്ടുള്ള തൊഴിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. ദെൻ കോമൺ റിച്വൽ പ്രാക്ടീസസ്, ഒരു ജാതിയിൽ ജനിച്ച ആളുകൾക്ക് അവരവരുടേതായിട്ടുള്ള ചില ആചാരങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ജാതിക്ക് അതിൻ്റെതായിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കി. സോ സെൻസസും സർവേയും നടത്തിയ സമയത്ത് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് കാറ്റഗറിയാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ജനങ്ങൾ ജീവിച്ചിരുന്ന റിയാലിറ്റി അതിനൊരു ഫിക്സഡ് കാറ്റഗറി ആക്കി കാസ്റ്റിനെ അവർ മാറ്റിയെടുത്തു. H.H. റിസ്ലി 2000 കാസ്റ്റുകൾ ഉണ്ട് അല്ലെങ്കിൽ 2000-ഓളം കാസ്റ്റുകൾ ഉണ്ടെന്ന് തിരിച്ചറിയുകയും അതിനെല്ലാം 7 ഗ്രൂപ്പുകളാക്കി വെച്ചു. ആ 7 ഗ്രൂപ്പിന്റെ അകത്ത് ഈ 2000 കാസ്റ്റുകൾ അവർ കൂട്ടിച്ചേർത്തു. ആ ഗ്രൂപ്പ്സ് ഏതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ ട്രൈബൽ, ഫങ്ഷണൽ, ട്രൈബൽ കാസ്റ്റ്, ഫങ്ഷണൽ കാസ്റ്റ്, സെക്ടേറിയൻ കാസ്റ്റ്, കാസ്റ്റ് ഫോംഡ് ബൈ ക്രോസിംഗ്, നാഷണൽ കാസ്റ്റ്, കാസ്റ്റ് ഫോംഡ് ബൈ മൈഗ്രേഷൻ ആൻഡ് കാസ്റ്റ് ഫോംഡ് ബൈ ചേഞ്ചിങ് കസ്റ്റംസ്. ഇങ്ങനെ ഇന്ത്യയിലെ ജാതികളെ 7 ടൈപ്പാക്കി ക്ലാസിഫൈ ചെയ്തു. ഈ ടൈപ്സ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്തോന്നും നമുക്കിവിടെ പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അത് മെൻഷൻ ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ജാതിയെക്കുറിച്ച് ഇത്രയും പഠനങ്ങൾ നടത്തിയ സമയത്ത് ജാതിയുടെ ഒറിജിനെ കുറിച്ചും ജാതിയുടെ ഫങ്ഷണാലിറ്റിയെ കുറിച്ചും, അതായത് ജാതി എങ്ങനെയാണ് സമൂഹത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. എങ്ങനെ? ഒരു സോഷ്യോളജിക്കൽ സെൻസിൽ, ഒരു ഹിസ്റ്ററിയിൽ പറയുന്ന പോലെ ഒരുപാട് ഉത്ഭവം തപ്പിപ്പോയി അങ്ങനെയൊന്നല്ല.
സമൂഹത്തിൽ ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്തിരുന്നു എന്ന സോഷ്യോളജിക്കൽ സെൻസിലാണ് ഇതിനെക്കുറിച്ച് അന്ന് സ്റ്റഡീസ് കൂടുതൽ നടത്തിയിട്ടുള്ളത്. ഈ ഇൻഡോളജിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും എല്ലാം ഒരുപാട് ഹിസ്റ്റോറിക്കൽ ട്രഡീഷണൽ കാര്യങ്ങൾ തപ്പിപ്പോയപ്പോൾ ഇവിടെ ചെയ്തതായിരുന്നു കുറച്ച് വ്യത്യസ്തമായിട്ടായിരുന്നു. അതിന്റെ സോഷ്യോളജിക്കൽ സെൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പിന്നെ കാസ്റ്റ് എന്ന് പറയുന്നവർ മനസ്സിലാക്കി ഇന്ത്യയിൽ വളരെ ഡീപ്പ് റൂട്ടഡ് ആണ്. ബ്രാഹ്മിൻസ് ആണ് ഈ കാസ്റ്റ് പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത്. ബ്രാഹ്മണിക്കൽ തിയറിയുടെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായത്. ഇതിനൊരു ഫങ്ഷണൽ ലെവൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി. അതായത് നമ്മുടെ ഡിവിഷൻ ഓഫ് ലേബറുമായിട്ട് ഒക്യുപ്പേഷനുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. ഇന്ന ജോലികൾ ചെയ്യുന്ന ഒരു കാസ്റ്റാണ്, അല്ലെങ്കിൽ ഇന്ന കാസ്റ്റിലുള്ള ആളുകൾ ഇന്ന ജോലികളെ ചെയ്യാൻ പാടുള്ളൂ. സോ അതിനൊരു എക്കണോമിക് സ്വഭാവം കൂടി ഉണ്ട്. ഒക്യുപ്പേഷൻ ഇതിന്റെ ഒരു മെയിൻ ഫാക്ടറാണ് എന്ന കാര്യം കൂടി ഇവർ മനസ്സിലാക്കിയെടുത്തു. സോ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ് ജാതിയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഒരുപാട് നടത്തിയെന്ന് പറയുന്നത് അതിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, ഒന്ന് ഈ സർവേസിന്റെയും ഇതിന്റെയും ഡീറ്റെയിൽസ് പ്ലസ് പല ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസിന്റെ ഡീറ്റെയിൽസും കൂടിയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തി. ആ പഠനങ്ങൾ രണ്ട് കാര്യങ്ങളുടെ മിക്സ് ആയിരുന്നു. ഒന്ന് അവർ നടത്തിയിട്ടുള്ള സ്റ്റഡീസും സർവേസും, രണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന പല ആന്ത്രോപോളജിക്കൽ വർക്കുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസും. ഇപ്പോൾ ജാതിയെക്കുറിച്ച് ഇവർ ഒരുപാട് വർക്കുകൾ എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ആര് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ്സ്. അതിൽ മോർഗൻ, മക്ലെനൻ, ലബോക്ക്, ടൈലർ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ തിങ്കേഴ്സ് ഉണ്ടല്ലോ. ഈ തിങ്കേഴ്സിന്റെ പല വർക്കുകളും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ പല സംഭവങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. They intended to find anthropological solutions to the problems collected from field-based studies. ഈ ഫീൽഡ് സ്റ്റഡീസിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നവർക്ക് മനസ്സിലാവുകയും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായി പല ആന്ത്രോപോളജിക്കൽ രീതിയിലാണ് സൊല്യൂഷൻസ് ഉണ്ടാക്കിയത്. പല പരിഹാരങ്ങളും സൊല്യൂഷൻസും ആന്ത്രോപോളജിക്കൽ രീതിയിലും കൂടി ആയിരുന്നു. ഇനി നമ്മളൊരു ഫസ്റ്റ് എത്നോഗ്രാഫിക് റിസർച്ച്, ഒരു ഫീൽഡ് ബേസ്ഡ് എത്നോഗ്രാഫിക് റിസർച്ച് ആദ്യമായിട്ട് നടത്തിയത് 1901 റിസ്ലിയുടെ സമയത്താണെന്നാണ് പറയുന്നത്. ഒരു പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്നുള്ള പോലെ ജനങ്ങളുടെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്നുള്ള പഠനം, അത് 1901 ഇവരുടെ ഒരു മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയെ ഭരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവരുടെ ബിസിനസ്, നീതിന്യായ വ്യവസ്ഥ, മിലിറ്ററി, ജുഡീഷ്യറി, ഇനി ഇന്ത്യയിലുള്ള മറ്റ് പ്രശ്നങ്ങൾ, ഇപ്പോൾ ഭക്ഷ്യക്ഷാമം അല്ലെങ്കിൽ സാനിറ്റേഷൻ പ്രശ്നങ്ങൾ, എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുക, ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പണിയാണ്. കാര്യം എന്താ, ബ്രിട്ടീഷുകാരാണ് അന്ന് ഗവൺമെന്റ്. സോ ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്നുകിൽ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ജാതി വ്യവസ്ഥയെ അപ്പാടെ അങ്ങ് നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ ആ ജാതി വ്യവസ്ഥയെ ബ്രിട്ടീഷുകാരുടെ സൗകര്യത്തിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അല്ലാതെ അവർക്ക് ഒരിക്കലും ഈ ഭരണകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലായി. കാര്യം ഓരോ ജാതിയിലുള്ള ആളുകൾക്കും ഓരോ പ്രാക്ടീസസ് ആണ്, ഓരോ ആചാരങ്ങളും ഓരോ പോലെയാണ്. ഇപ്പോൾ അസുഖം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ അയാൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ മരുന്നുകളൊന്നും കഴിക്കുന്നത് ഞങ്ങളുടെ ദൈവം സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭരിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് കാട്ടിൽ കയറി മരം വെട്ടാൻ പോകുമ്പോൾ അവിടുത്തെ ആളുകൾ പറയാണ് മരം ഞങ്ങളുടെ ദൈവമാണ്, അതുകൊണ്ട് മരത്തിൽ തുടരുത്. ഗവൺമെന്റിന് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. സോ എന്താണ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന് നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഈ മതം, ജാതി, കൾച്ചർ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെ ആക്കണം എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. ദിസ് അജണ്ട സീൽസ് ദി ഇൻട്രസ്റ്റ് ടു കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ഇന്ത്യ, എലോബറേറ്റഡ് ക്ലാസിഫൈഡ് കാസ്റ്റ് ആൻഡ് സബ് കാസ്റ്റ്. സോ ഇവരുടെ എല്ലാ മെയിൻ അജണ്ട എന്താണ്, ജനങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതായിരുന്നു. ആ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി അവർ എന്ത് ചെയ്തു, ജാതി, ഉപജാതി എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അതിനെ തരം തിരിച്ച് ക്ലാസിഫൈ ചെയ്തൊക്കെ നിർത്തിയിരുന്നു. ഇനി അടുത്ത ടോപ്പിക്കാണ് വില്ലേജസ് ആൻഡ് സിറ്റീസ്. ഇപ്പോൾ കാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു മെയിൻ ഫീച്ചറാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു മെയിൻ കാറ്റഗറി ആണെന്ന് പറയുന്ന പോലെ തന്നെ വില്ലേജ് എന്ന് പറയുന്നത്. ഇന്ത്യ ഈസ് പ്രൈമറിലി കമ്പോസ്ഡ് ഓഫ് വില്ലേജസ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് വില്ലേജസിന്റെ ഒരു കൂട്ടമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്ന് അങ്ങനെയാണോ അല്ലെന്നുണ്ടെങ്കിൽ പോലും അന്നത്തെ കാലത്ത് ഇന്ത്യ വില്ലേജസിന്റെ കൂട്ടം തന്നെയായിരുന്നു. ചാൾസ് മെറ്റ്കാഫ് അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻസ് ആർ ലിവിങ് ഇൻ വില്ലേജ് കമ്മ്യൂണിറ്റീസ് വിച്ച് ആർ ലിറ്റിൽ റിപ്പബ്ലിക്സ്. ഓരോ വില്ലേജും ഓരോ റിപ്പബ്ലിക്കാണ്. ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു റിപ്പബ്ലിക്കായുള്ള സ്ഥലം എന്ന് പറയുന്ന പോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാം അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അവരുടെ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ്. അവർക്ക് വേറൊരു വില്ലേജുമായിട്ട് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്തൊന്നുമല്ല ഇരിക്കുന്നത്. അവരെന്താണ്, എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി, സാമ്പത്തികമായും രാഷ്ട്രീയപരമായും സെൽഫ് സഫിഷ്യൻ്റ് ആണ്, സ്വയം പര്യാപ്തരാണ് എന്നൊക്കെയാണ് മെറ്റ്കാഫെ പറഞ്ഞു വെച്ചത്. സോ വില്ലേജസ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് സത്യം ആര് മനസ്സിലാക്കി, ബ്രിട്ടീഷേഴ്സ് മനസ്സിലാക്കി. ഇവരുടെ ഈ പറഞ്ഞ എക്കണോമിക്കലിയും പൊളിറ്റിക്കലിയും വില്ലേജസ് സ്വയം പര്യാപ്തരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി 3 ഇന്റലക്ച്വൽ കൾച്ചറൽ സ്ട്രാൻഡ്സും ഉണ്ടാക്കി. എന്നുവെച്ചാൽ 3 പോയിന്റ്സിലൂടെ അവർ അതിനെ ഉറപ്പിച്ചു. ആ 3 പോയിന്റ്സ് നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഒന്ന്, ബ്രിട്ടീഷ് വില്ലേജസ് ഹാവ് ഹാപ്പി പെസൻസ്. ബ്രിട്ടീഷേഴ്സിന്റെ ഇടയിലും ബ്രിട്ടനിലും വില്ലേജസ് ഉണ്ട്. ആ വില്ലേജിലുള്ള കൃഷിക്കാരെല്ലാവരും എന്താണ്, ഹാപ്പി ആയിട്ടാണ് ജീവിച്ചിരുന്നത്. അതൊരു ഇത്തിരി റൊമാൻറ്റിസൈസ്ഡ് ആണ്, അതായത് ഇത്തിരി പൊക്കി പറയുന്നതാണ്. പക്ഷെ എന്നാൽ പോലും ബ്രിട്ടനിൽ പൊതുവെ കർഷകരെല്ലാം നല്ല ഹാപ്പിയാണ്. സോ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലും കൃഷിക്കാർ നല്ല ഹാപ്പിയായി, നല്ല രീതിയിൽ റിച്ചായിട്ട് മീൻസ് നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഇവരങ്ങ് വിശ്വസിച്ചു. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, മാർക്സിസ്റ്റ് നോഷൻസ് ഒപ്പൈൻഡ് ദാറ്റ് വില്ലേജസ് ഹാഡ് കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി. വില്ലേജസിനുണ്ടായിരുന്ന എന്താണ്, കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് ഓഫ് പോവർട്ടിയാണ്.
ഇറ്റ് ലേറ്റർ ചേഞ്ച് ടു പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി. അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ആയി മാറി. ഇതും ഒരു തരത്തിൽ പറഞ്ഞ എന്താണ്, നല്ലതാണ് എന്ന് ബ്രിട്ടീഷേഴ്സ് അഭിപ്രായപ്പെട്ടു. കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് മാറി പ്രൈവറ്റ് ഓണർഷിപ്പ് വരിക എന്ന് പറയുന്നത് ഡെവലപ്മെന്റിന്റെ സൂചനയാണ്. സോ അത് നല്ലതാണ് എന്നാണ് ബ്രിട്ടീഷുകാർ അഭിപ്രായപ്പെട്ടത്. പക്ഷേ മാർക്സിസ്റ്റ് അതിന്റെ നേരെ തിരിച്ചായിരുന്നു. പ്രൈവറ്റ് ഓണർഷിപ്പ് പാടില്ല, കമ്മ്യൂണിറ്റി ഓണർഷിപ്പാണ് വേണ്ടതെന്നാണ് മാർക്സിസ്റ്റുകാർ പറഞ്ഞത്. സോ എന്തായാലും വില്ലേജസ് നല്ലത് തന്നെയാണ് എന്ന് ബ്രിട്ടീഷുകാർ ഇതിലൂടെ ഒന്നും കൂടെ ഉറപ്പിച്ചു. ഇനി മൂന്നാമത്തെ പറഞ്ഞത് എന്താണ്, നാഷണലിസ്റ്റ് ക്രിട്ടിക്കൽ എംപീരിയലിസം. ദേശീയവാദികൾ, ഇന്ത്യൻ ദേശീയവാദികൾ ഈ ഇമ്പീരിയൽ ഗവൺമെന്റിനെ വിമർശിച്ചു. എന്താ പറഞ്ഞത്, ഇന്ത്യയുടെ വില്ലേജസിന്, ഇന്ത്യക്ക് ഒരു ആർഷഭാരത സംസ്കാരമുണ്ട്, അതിനെ നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന്. സോ ഈ മൂന്ന് കാര്യങ്ങളിലൂടെയും ഇന്ത്യൻ വില്ലേജസ് ബെസ്റ്റ് ആണ് എന്നൊരു ആശയം പടർന്നു പിടിച്ചു, അല്ലെങ്കിൽ അവരതിനെ സ്പ്രെഡ് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒന്നുകൂടെ പറയാം. മാർക്സിസ്റ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം വില്ലേജസിൽ ഉണ്ടായിരുന്നത് കമ്മ്യൂണിറ്റി ഓണർഷിപ്പാണ്, അത് നല്ലതാണ്. അത് പ്രൈവറ്റ് ഓണർഷിപ്പായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് മോശമാണ് എന്നാണ് മാർക്സിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടത്. പക്ഷേ ബ്രിട്ടീഷുകാർ അതിന്റെ വേറൊരു വേർഷനാണ് പറഞ്ഞത്. വില്ലേജസിൽ കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് ആയിരുന്നു, ഇപ്പോൾ അത് പ്രൈവറ്റ് ഓണർഷിപ്പായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ അത് മോശം കാര്യമൊന്നുമല്ല, നല്ല കാര്യമാണ്. കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മോശം കാര്യമാണ്, ബാക്ക്വേർഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് പ്രോഗ്രസ് ആവുന്നതുകൊണ്ടാണ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഉണ്ടാവുന്നത്. സോ ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ബ്രിട്ടീഷേഴ്സ് ഒപ്പൈൻ ചെയ്തു. ഇതാണ് ആ ഒരു പോയിന്റിന്റെ കാര്യം. സോ ബ്രിട്ടീഷേഴ്സ് ജാതി അതുപോലെ തന്നെ വില്ലേജ്, ഈ രണ്ട് കാറ്റഗറീസ് അല്ലെങ്കിൽ ഈ രണ്ട് ഫാക്ടേഴ്സും ചേർത്ത് വെച്ചുകൊണ്ടാണ് നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. ജമീന്ദാർ എന്നൊരു ക്ലാസ്സിനെ ഉണ്ടാക്കി, അവരെ വെച്ച് പല അഗ്രികൾച്ചറൽ പ്രാക്ടീസസും കൊമേഴ്ഷ്യൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇപ്പോൾ കൃഷി ചെയ്യുമ്പോൾ അതിനൊരു ഷെയർ ജമീന്ദാറിന് കൊടുക്കണം, ജമീന്ദാർ ഇവരുടെ പണപ്പിരിവുകാരാവണം, അങ്ങനെ കാര്യങ്ങളെല്ലാം അവർ ഷേപ്പ് ചെയ്ത് വെച്ചു. അതിനുവേണ്ടി അവർ എന്താ ചെയ്തത്, കാസ്റ്റിനെ കുറിച്ചും വില്ലേജസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു, അത്ര തന്നെ. ഈവൺ ആഫ്റ്റർ സെവറൽ സ്റ്റഡീസ്, ഇതാണ് ഒരു മെയിൻ പോയിന്റ്. ഇങ്ങനെ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയെന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും ഒരിക്കലും കംപ്ലീറ്റ് ആയിരുന്നില്ല, പെർഫെക്റ്റ് ആയിരുന്നില്ല. വില്ലേജസ് ജസ്റ്റ് റിമെയിൻഡ് ആസ് എ ടൈപ്പ് ഇൻ ദി എവല്യൂഷണറി പ്രോസസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. മനുഷ്യന്മാർ പരിഷ്കരിച്ച് വരുമ്പോൾ ആദ്യം ആളുകൾ എന്താണ്, ഇപ്പോൾ വെള്ളം കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി, പിന്നെ അതിൽ നിന്ന് മറ്റു കാര്യങ്ങളുണ്ടായി, പിന്നെ തീ കണ്ടുപിടിച്ചു, അങ്ങനെ വളർന്ന് വില്ലേജ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ എവല്യൂഷന്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലാണ്ട് വില്ലേജസ് ഒരു വലിയ സംഭവമൊന്നുമല്ല എന്ന രീതിയിലാണ് ഇപ്പോഴും അവരുടെ സ്റ്റഡീസിൽ വന്നിട്ടുള്ളത്. സോ ചുരുക്കി പറഞ്ഞാൽ വില്ലേജസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് കറക്റ്റ് ആയിരുന്നില്ല, കംപ്ലീറ്റ് ആയിരുന്നില്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത് മറ്റു പല തിങ്കേഴ്സും. ഇനി ഒരു 19th സെഞ്ചുറിയൊക്കെ ആയപ്പോഴേക്കും ഇന്ത്യയിലെ വില്ലേജസ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ഭക്ഷ്യക്ഷാമം ഉണ്ടായി, കലാപങ്ങൾ ഉണ്ടായി, ഭൂമി സംബന്ധമായുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായപ്പോൾ ബ്രിട്ടീഷേഴ്സിന് മനസ്സിലായി, നമ്മളീ മനസ്സിലാക്കി വെച്ചതൊന്നുമല്ല, ഇന്ത്യയിലെ വില്ലേജസ് ഭയങ്കര കോംപ്ലക്സ് ആണ്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ടെന്ന്. അപ്പോൾ ഇവർ എന്ത് ചെയ്തു, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണെന്നുണ്ടെങ്കിലും ലെജിസ്ലേറ്റീവ് ലെവലിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ചേഞ്ചസ് വേണം. നമുക്ക് വില്ലേജസിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. ഈ മിസ്റ്റേക്സിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചധികം പണിയെടുക്കണമെന്ന് അവർക്ക് മനസ്സിലായി. സിറ്റീസിനെ കുറിച്ചുള്ള സ്റ്റഡീസും പലപ്പോഴും നടത്തിയിട്ടുണ്ടെങ്കിലും അതും ഇൻകംപ്ലീറ്റ് ആയിരുന്നു. അവർ സിറ്റിയെക്കുറിച്ച് അസ്യൂം ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്. കോൺ, നേരത്തെ പറഞ്ഞ ബെർണാഡ് എസ് കോൺ ഒപ്പേണ്ട ദാറ്റ് മോർ ദാൻ സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മൾ ഒരുപാട് കണക്കുകൾ കൂട്ടി വെച്ചു, നമ്മൾ കണക്കുകൾ ഡാറ്റ എല്ലാം ശേഖരിച്ച് വെച്ച് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കുറെ കളക്ട് ചെയ്തു. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. അതിനും അപ്പുറത്തേക്ക് എന്താണ് വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നേച്ചർ ആൻഡ് കോൺസിക്വൻസസ് ഓഫ് അർബൻ ലൈഫ് ആർ മാൻഡേറ്ററി. അർബൻ ലൈഫിന്റെ ഒരു നേച്ചർ എങ്ങനെയാണ്, ഒരു അർബൻ ലൈഫ് വന്നാൽ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. ചുമ്മാ കുറെ ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചുകൊണ്ട് കാര്യമായില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല. മറിച്ച് എന്ത് വേണം, ആളുകളുടെ മൈൻഡ് സെറ്റ് എന്താണ്, സിറ്റി ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ച് ധാരണയാണ് വേണ്ടത് എന്ന് ബെർണാഡ് എസ് കോൺ അഭിപ്രായപ്പെട്ടു. നേച്ചർ ഓഫ് ഇന്ത്യൻ സിറ്റീസ് വെർ ഡിഫറെന്റ് ദാൻ ദാറ്റ് ഓഫ് സിറ്റീസ് ഇൻ ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് എക്കണോമി ആൻഡ് സൊസൈറ്റി. ഇപ്പോൾ ലണ്ടൻ പോലെയുള്ള അല്ലെങ്കിൽ ബ്രിട്ടനിലെ പല നഗരങ്ങൾ പോലെയുള്ള വലിയൊരു ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റി ഒന്നല്ല ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ സിറ്റീസിനെ അമേരിക്കയിലെയോ ഇംഗ്ലണ്ടിലെയോ സിറ്റീസിനെ നോക്കിക്കാണുന്ന പോലെ നോക്കി കണ്ടു കഴിഞ്ഞാൽ കാര്യമില്ല, അത് തെറ്റിപ്പോവായിരുന്നു. ഇന്ത്യൻ സിറ്റീസിന് പ്രധാനമായിട്ടും 4 മേജർ ഫംഗ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അതായത് ഇന്ത്യയിൽ ഒരു സിറ്റിയാണെന്ന് പറയണമെങ്കിൽ അവിടെ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വേണമായിരുന്നു. ഒന്നെങ്കിൽ അതൊരു വലിയൊരു എക്കണോമിക് പവർ ആവണം, ഒരുപാട് ബിസിനസ് നടക്കുന്ന, ഒരുപാട് പൈസയുടെ ഫ്ലോ ഉണ്ടാകുന്ന സ്ഥലമായിരിക്കണം, കച്ചവടത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലമായിരിക്കണം, വേണമെങ്കിൽ അതിനെ സിറ്റി എന്ന് വിളിക്കാം. ദെൻ മിലിറ്ററി പവർ ഉണ്ടായിരിക്കണം, ഒരുപാട് ഗവൺമെന്റിന്റെ മിലിറ്ററി ഫോഴ്സസ് കാര്യങ്ങൾ അവരെ കോപ്പറേറ്റിംഗ് വേണമെങ്കിൽ സിറ്റി എന്ന് വിളിക്കാം. ദെൻ പൊളിറ്റിക്സ്, രാഷ്ട്രീയപരമായിട്ട് നല്ല മുമ്പിൽ നിൽക്കുന്ന അധികാര സ്ഥിരാകേന്ദ്രങ്ങളുള്ള സ്ഥലമാണെങ്കിൽ സിറ്റി എന്ന് വിളിക്കാം. ദെൻ റിലീജിയസ്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ മുമ്പിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ സിറ്റീസ് എന്ന് വിളിക്കാം. സോ ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യൻ സിറ്റീസിന്റെ ചില പ്രത്യേകതകളായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റീസിന്റെ ചില ഫംഗ്ഷൻസ് ഈ പറഞ്ഞ പോയിന്റ്സ് ആയിരുന്നു. ഇവിടെ പറയുന്നത് എന്താണ്, ഇന്ത്യൻ സിറ്റീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ എക്കണോമിക്സ് ഉണ്ട്, മിലിറ്ററി ഉണ്ട്, പൊളിറ്റിക്സ്, റിലീജിയസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓരോ സിറ്റിയിലും ഇതിന്റെ തോത് കൂടിയും കുറഞ്ഞിരിക്കും. ചില സിറ്റിയിൽ മിലിറ്ററി പവർ ആയിരിക്കും കൂടുതൽ, ചില സിറ്റീസിൽ റിലീജിയസ് പവർ ആയിരിക്കും കൂടുതൽ, ചിലയിടത്ത് എക്കണോമിക്സ് കൂടുതലായിരിക്കും, ചിലയിടത്ത് ചിലപ്പോൾ പൊളിറ്റിക്സ് കൂടുതലായിരിക്കാം, അങ്ങനെ. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു, നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്.
സോ നമ്മൾ കൊളോണിയൽ പെർസ്പെക്റ്റീവിനെ കുറിച്ച് പറഞ്ഞു. അവിടെ എന്താണ് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയെക്കുറിച്ച് പല സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, ലക്ഷ്യം എന്തായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. മിഷണറീസ് മതപരിവർത്തനത്തിന് വേണ്ടി വന്ന ആളുകൾ ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തി. അവരുടെ അൾട്ടിമേറ്റ് എയിം എന്തായിരുന്നു, ഇന്ത്യക്കാരെ എല്ലാം ക്രിസ്ത്യാനിറ്റിയിലൂടെ സ്പ്രെഡ് ചെയ്യുക, അങ്ങനെ മതം വളർത്തുക എന്നത്. അതിനുവേണ്ടി അവർ ഇന്ത്യയിൽ ഒരുപാട് വർക്ക് ചെയ്തു, ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് റിട്ടേൺ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ്, ഭരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബ്രിട്ടീഷ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ ഇന്ത്യയെക്കുറിച്ച് പഠനങ്ങൾ നടത്തി, അതിൻ്റെ ബേസിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. അതിനുവേണ്ടി അവർ ഇന്ത്യയിലെ ഭാഷ പഠിച്ചു പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ സെൻസസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സർവേസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, വില്ലേജിനെ ഒരു കാറ്റഗറി ആക്കി മനസ്സിലാക്കിയെടുത്ത് പഠിച്ചെങ്കിലും അത് അത്ര സക്സസ്ഫുൾ ആയി പോയില്ല, പക്ഷേ വില്ലേജസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, സിറ്റീസിനെ കുറിച്ചുള്ള പഠനങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ കൺക്ലൂഷനിൽ പറയാൻ പോകുന്നത് ഇതെല്ലാം ചേർന്ന് ഈ കൊളോണിയൽ ഡിസ്കോഴ്സ് ഇന്ത്യൻ സോഷ്യോളജിയെ അല്ലെങ്കിൽ സോഷ്യോളജി ഓഫ് ഇന്ത്യയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ സെൻസസ് വഴിയും മറ്റ് ഇമ്പീരിയൽ ഗസറ്റ്സ് വഴിയും ഒരുപാട് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഈ ഡാറ്റ സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളും എടുക്കുകയും ഈ ഡാറ്റ വെച്ചുകൊണ്ട് അവർ ഇന്ത്യൻ സൊസൈറ്റിയെ കൂടുതൽ പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. 10 പേരൊരു നാട്ടിലുണ്ടെങ്കിൽ അതിൽ 5 ആൾ ഇങ്ങനെയാണ്, 5 ആൾ ഇങ്ങനെയാണ്, 5 പേര് പുരുഷന്മാരും 5 പേര് സ്ത്രീകളുമാണ്, 5 പേര് റിച്ചും 5 പേര് പൂർവ്വമാണ്, 5 പേര് ഈ ജോലി ചെയ്യുന്നു. സോ അങ്ങനെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത് സ്റ്റഡീസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സോഷ്യോളജിസ്റ്റുകളെയും ആന്ത്രോപോളജിസ്റ്റുകളെയും. അതേപോലെ മിഷണറീസിന്റെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയും ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ മനഃപൂർവ്വം ഉദ്ദേശിച്ചിട്ടല്ലെങ്കിൽ പോലും ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സഹായകമായിട്ടുണ്ട്. അവർ സമൂഹത്തിന്റെ ആഴങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് ഓരോ കാര്യങ്ങളും പഠിച്ച് അതിനെക്കുറിച്ച് പല റിട്ടേൺ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി. ആ സ്റ്റഡീസ് പിന്നീട് ഭാവിയിൽ സോഷ്യോളജിസ്റ്റുകളെ സഹായിച്ചു. അതിന്റെ ബേസിൽ അതൊരു ഫൗണ്ടേഷനാക്കി വെച്ചുകൊണ്ട് പല പഠനങ്ങളും ഭാവിയിൽ നടത്താൻ പറ്റിയിട്ടുണ്ട്. ദെൻ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയും അവർ ഒരുപാട് നോളജ് അക്വയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച്. ഈ നോളജിന്റെ ബേസിൽ നിന്നുകൊണ്ട് ഇന്ത്യയിൽ പല ആളുകളും പല വിഭാഗങ്ങളും സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. എക്കണോമിസ്റ്റുകളും പൊളിറ്റിക്സിൽ വരുന്ന ആളുകളും ഒരുപാട് പേര് സ്റ്റഡീസ് നടത്തി. സോഷ്യോളജിസ്റ്റുകളും അതിനെ ബേസ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ബേസിൽ നിന്നുകൊണ്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. സോ ഇതാണ് കൊളോണിയൽ ഡിസ്കോഴ്സ്. കൊളോണിയൽ ഡിസ്കോഴ്സിൽ നിന്നിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പൊതുവിൽ സോഷ്യോളജിസ്റ്റുകളെയും ആന്ത്രോപോളജിസ്റ്റുകളെയും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിൽ നിന്നുകൊണ്ട് ഒരുപാട് പഠനങ്ങൾ ഭാവി കാലത്തിൽ നടത്താൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്, സോഷ്യോളജിസ്റ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഈ യൂണിറ്റ് വരുന്നത്.